ഹലോ ഗൈസ്, നമുക്കിന്ന് ബീഡ്സ് വർക്ക് ചെയ്യാം. എൻ്റെ കയ്യിൽ കുറച്ച് മുത്തുണ്ടായിരുന്നു, അപ്പോൾ നമ്മൾ അത് വെച്ച് ബീഡ്സ് വർക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് ബീഡ്സ് വർക്ക് ചെയ്യാം. ആദ്യം തന്നെ ബീഡ്സ് വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇങ്ങനത്തെ എലാസ്റ്റിക് നൂലാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് അത്യാവശ്യം നിങ്ങളുടെ അളവിലൊന്ന് വെട്ടിയെടുക്കാം. നമുക്ക് വെട്ടാം. അപ്പോൾ ഞാൻ ഇത്ര എടുത്തിട്ടുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത്ര എടുക്കണമെന്നാണ്. കെട്ടാൻ നമുക്ക് കുറച്ച് നൂല് അവസാനം വരെ തികയില്ല. അപ്പോൾ ഇവിടെ വെച്ച് വെട്ടാൻ പോവാണ്. അപ്പോൾ ഞാൻ ഇത്രയും വെട്ടിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൽ ബീഡ്സ് ഓർക്കാം കേട്ടോ. നിങ്ങൾക്ക് ഏത് കളർ ബീഡ്സ് വേണമെങ്കിലും ചെയ്യാം. ഞാൻ ചെയ്യുന്നത് കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ബീഡ്സാണ്. ഈ 3 കളേഴ്സാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരു ലൈറ്റ് ബ്ലൂ ഡ്രസ്സിൻ്റെ ഒരു ഇടാനാണ്. അപ്പോൾ ലൈറ്റ് ബ്ലൂ, വൈറ്റ്, ബ്ലാക്ക്. അപ്പോൾ നമുക്കിത് വെച്ചിട്ട് കോർക്കാൻ തുടങ്ങാം. ഇതിൻ്റെ കുറേ നമ്മളുടെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്കിതിനെ കോർക്കാം. അപ്പോൾ നമുക്കിത് കോർക്കാൻ തുടങ്ങാം. നമുക്കിങ്ങനെ കോർത്തുകൊണ്ടിരിക്കാം. ഒരു നീല, ഒരു വെള്ള, ബ്ലാക്ക്, അങ്ങനെ കോർത്തുകൊണ്ട് പോവാം. അങ്ങനെ നമ്മുടെ അളവിനനുസരിച്ച് നമുക്ക് വയ്ക്കാം. ഇങ്ങനെ വെച്ച് പോകണം. നമ്മൾ ഇത്രയും കെട്ടിയിട്ടുണ്ട്. നമുക്കിതിനെ കെട്ടാം. ഇങ്ങനെ ഒരു കെട്ടിയ ശേഷം ഇത്തിരി വ്യത്യസ്തമുള്ള കെട്ടണം. 1, 2 2 പ്രാവശ്യം കറക്കി കെട്ടണം. അല്ലെങ്കിൽ അഴിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. 2 പ്രാവശ്യം ഇങ്ങനെ കറക്കി കെട്ടണം കേട്ടോ. 1, 2. നമുക്കിത് വെട്ടിക്കളയാം. ഇനി നമുക്ക് വെട്ടിക്കൊടുക്കുന്നതിൽ അടുപ്പിച്ച് വെട്ടില്ല കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ വെട്ടിയില്ലെങ്കിൽ ഇത് ഇളവി വരും. അത് നമുക്ക് ഇത് കൊടുത്ത് ഒരു സംഭവം എടുത്ത് ഇതിന് വെച്ചിന് ലോക്കറ്റ് ഇതെടുത്ത് വിടാം. അതിനെടുത്ത് ഇതിൻ്റെ അടുത്തിട്ടിടാം. റെഡിയായിട്ടുണ്ട് നമ്മുടെ ബ്രേസ്ലെറ്റ്. നമുക്കിനി ഇട്ട് നോക്കാം. അപ്പോഴും ഞാൻ മൊത്തത്തിൽ ഇത്രയും ബീഡ്സ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം എനിക്കിനി ഓരോ കളറും മേറ്റ്സായിട്ട് ഇടാൻ പറ്റും. നമുക്ക് മീഷോയിൽ ബീഡ്സ് സെറ്റ് അടിച്ചാൽ മതി. ഇങ്ങനത്തെ ബീഡ്സിൻ്റെ സെറ്റായിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും കേട്ടോ.